കെ എം ഷാജിക്ക് 13-ാം നമ്പർ കാറ് കിട്ടി എന്നുള്ളതാണ്. 13-ാം നമ്പർ അദ്ദേഹം ചോദിച്ചു വാങ്ങി. ഇന്ന് എനിക്ക് ഈ പറഞ്ഞ പോലെ കൗതുകം എനിക്ക് മാധ്യമങ്ങൾ സമ്മാനിച്ച ഒരു വാർത്ത അതായിരുന്നു. നമ്മളടക്കം എല്ലാവരും എനിക്ക് തോന്നുന്നത് ഒരു പരിധി വിട്ട് കെ എം ഷാജിയെ പുകഴ്ത്തുന്നുണ്ടായിരുന്നു. അതായത് മാതൃകാപരമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ കെ എം ഷാജി സ്വീകരിച്ചു. 13-ാം നമ്പർ ആരും മേടിക്കാത്ത 13-ാം നമ്പർ കെ എം ഷാജി സ്വീകരിച്ചല്ലോ, അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. അതിങ്ങനെ നിരന്തരം പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് കഴിഞ്ഞ സർക്കാരിൽ 13-ാം നമ്പർ പി പ്രസാദ് ഉപയോഗിച്ചിരുന്ന നമ്പറാണ്. അതിനു മുമ്പ് തോമസ് ഐസക്കാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു 13-ാം നമ്പർ കാർ ഉപയോഗിച്ചിരുന്നത്. അതിനു മുമ്പാണ്, അതിനു മുമ്പുള്ള കാലത്താണ്. അപ്പോൾ ഇതൊക്കെ വളരെ സ്വാഭാവികതയോടെ നടന്നതാണ്. ഇത് പി പ്രസാദിനെ ആരും അഭിനന്ദിച്ചില്ല, ഐസക്കിനെ ആരും അഭിനന്ദിച്ചില്ല. ഷാജിക്ക് ഇത് കിട്ടിയപ്പോൾ അഭിനന്ദന പ്രവാഹം. പക്ഷെ അതിനകത്ത് എനിക്കൊരു കുഴപ്പം തോന്നിയത്, അദ്ദേഹം വന്നിട്ട് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ഇതൊരു പാവൻ നമ്പറാണ്, അതുകൊണ്ട് ഞാനത് ആ നമ്പർ അങ്ങ് എടുത്തു, അതുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ 13-ാം നമ്പർ ഒഴിവുണ്ട്, അതുകൊണ്ട് എനിക്ക് തന്നെ അത് ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചു എന്നൊക്കെ അദ്ദേഹം അതിനെക്കുറിച്ചൊരു വളരെ കാര്യമായി അങ്ങ് വാചാലനാകുന്നതും കണ്ടു. അപ്പോൾ അതിനകത്തുള്ള ഒരു പ്രശ്നം, അദ്ദേഹത്തിന് ആദ്യം കിട്ടിയത് 9-ആണ് നമ്പർ. ആ നമ്പറിൽ ആ കാറിൽ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളും പ്രവർത്തകരും ചുറ്റും നിന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്, ഷാജിക്ക നമുക്ക് ബാക്കി എല്ലാം അടിപൊളിയാണ്, പക്ഷേ ഈ 9-ാം നമ്പർ നമുക്ക് വേണ്ട കേട്ടോ, ഈ 9-ാം നമ്പർ നമുക്ക് വേണ്ട കേട്ടോ. ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ 9-ാം നമ്പർ കാർ ഇപ്പം സംഭവിച്ചത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. 9-ാം നമ്പർ കാർ രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് കൊടുത്തു എന്നോ, അതുകൊണ്ട് ആ നമ്പർ കെ എം ഷാജി മാറി എന്നോ പറയുന്നതിനൊക്കെ അപ്പുറത്ത് 9-ാം നമ്പർ വേണ്ടതല്ല, നമുക്ക് വേണ്ട എന്നുള്ള അണികളുടെ നിരന്തരമായ ആവശ്യം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിലുണ്ട്, നമുക്ക് മുന്നിലുണ്ട്. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഒരു പ്രഖ്യാപിത അടുത്ത ഒരു സർക്കാർ ആകുമ്പോഴേക്ക് 2 നമ്പറായി 13-9. അതെ. പിന്നെ ഒരു പ്രഖ്യാപിത ട്രാൻസ്ഫോബിക്കാണ് കെ എം ഷാജി. ആ നിലയ്ക്കുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ വലിയ പരാതി ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സിനെ പരിഹസിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു പ്രയോഗവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുമാണ് അദ്ദേഹത്തിനോട് ആദ്യം ഈ 9-ാം നമ്പർ വേണ്ട നമുക്ക് എന്ന അണികൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്. അല്ലാതെ അതിന് വേറെ വിശ്വാസപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. അത് വിശ്വാസപരമായി നിലനിൽക്കുന്നതായതുകൊണ്ട് കൂടിയായിരിക്കുമല്ലോ പരമഭക്തനായ രമേശ് ചെന്നിത്തലയ്ക്ക് ആ നമ്പർ ഏറ്റുവാങ്ങുന്നതിന് പ്രശ്നമില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എനിക്ക് ഈ വീണത് വിദ്യയാക്കിയതാണോ കെ എം ഷാജി എന്നുള്ള സംശയം ന്യായമായും ഉണ്ട്. അതെന്താണെന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ എന്താണ് എന്ന് ചിലപ്പോൾ അത് ഇനിയിപ്പോൾ ഒരു പരമമായ രഹസ്യമായി ഇങ്ങനെ തന്നെ അങ്ങ് തീരുമായിരിക്കും. പക്ഷേ ഇത്രയ്ക്ക് അങ്ങ് പുകഴ്ത്തേണ്ടതില്ല എന്ന് എനിക്ക് ന്യായമായി തോന്നി. കാരണം ആ നമ്പർ ആദ്യം കിട്ടിയ നമ്പറിൽ നിന്നുള്ള ഈ മാറ്റവും അതിനെ അദ്ദേഹം സ്വീകരിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ അവകാശവാദവും പുകഴ്ത്തലും. കാരണം ഇവിടെ എല്ലാവരും 13-ാം നമ്പറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നേരത്തെയും. പക്ഷേ പിന്നെ ഒരു കാര്യം, ഈ പൊതുവെ നിലനിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിലെ 13 നമ്പറിൽ റൂമില്ല എന്നൊക്കെയുള്ളത് ഒരു പ്രശ്നമായി നിൽക്കുമ്പോൾ ഇതിങ്ങനെ ഒരു അന്ധവിശ്വാസം, അത് സമൂഹത്തിൽ ഏറ്റവും വലിയ കുഴപ്പം പിടിച്ച ഒരു സംഗതിയായി നിൽക്കുമ്പോൾ അതിനെ ആ അന്ധവിശ്വാസം ഉൾക്കൊള്ളേണ്ടതില്ല. അതിനപ്പുറം നമുക്ക് അത് 13 നമ്പർ ഞാൻ എടുത്തോളാം എന്നൊരു തീരുമാനം അങ്ങ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാം. അപ്പുറത്ത് മൻമോഹൻ ബംഗ്ലാവിന് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത്തവണ മൻമോഹൻ ബംഗ്ലാവ് ഇത്തവണയും ചർച്ചയായി, എല്ലാ തവണയും ചർച്ച. ഏത് മന്ത്രിയാണ് മൻമോഹൻ ബംഗ്ലാവിലേക്ക് പോവുക എന്നുള്ളത് അത് ഒ ജെ ജനീഷ് തീരുമാനിച്ച് എടുത്തതാണ്. അദ്ദേഹം പറയുന്നത് കേട്ടു, എനിക്ക് മാളയിൽ നിന്നും ലീഡർ താമസിച്ച മന്ത്രിമന്ദിരമാണത്. അതിനോട് എനിക്കൊരു വൈകാരികമായ ഇതുകൊണ്ട് പിന്നെ എനിക്ക് എല്ലാവരും എടുത്ത് അവസാനം വന്നപ്പോൾ 2 ഉണ്ടായിരുന്നുള്ളൂ. അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ മൻമോഹൻ ബംഗ്ലാവ് തന്നെ തിരഞ്ഞെടുത്തേക്കാം എന്നങ്ങ് തീരുമാനിച്ചു എന്ന് ഒ ജെ ജനീഷ് പറയുന്നുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിമാർ അവിടെ താമസിച്ചിരുന്നതാണ്. പക്ഷേ UDFൻ്റെ മന്ത്രിമാരാണ് കൂടുതൽ വിശ്വാസപരമായൊക്കെ ഈ കാര്യങ്ങളെ കാണുക. ആ നിലയ്ക്ക് നോക്കുമ്പോൾ അത് ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കാനുള്ള ഒ ജെ ജനീഷിൻ്റെ തീരുമാനത്തെ നമുക്ക് അഭിനന്ദിച്ചേ മതിയാവൂ.